സോ ഹലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് നമ്മൾ ഐഡിയൽ ഫെർമി സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഐഡിയൽ ഫെർമി ഗ്യാസിൻ്റെ തെർമോഡൈനാമിക്സ് ആണ് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ നമ്മൾ ഐഡിയൽ ഫെർമി സിസ്റ്റത്തിൻ്റെ P/kT N/V പറഞ്ഞ ടേംസ് നമ്മൾ കണ്ടുപിടിച്ചു. അതിൽ നമുക്ക് എൻ്റയർ തെർമോഡൈനാമിക്സ് ഡിറൈവ് ചെയ്യാൻ പറ്റും നമ്മൾ പറഞ്ഞിരുന്നു. എന്നിട്ട് നമ്മൾ ഇന്റേണൽ എനർജി, സ്പെസിഫിക് ഹീറ്റ്, ഹെൽമോൾട്ട്സ് ഫ്രീ എനർജി, എൻട്രോപ്പി തുടങ്ങിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസുകളൊക്കെ എന്ത് ചെയ്തു നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് തെർമോഡൈനാമിക്സിൽ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. നമുക്ക് ഇതിന്റെ ഡിഫറെന്റ് കേസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അതായത് ഞാൻ ആദ്യം പറഞ്ഞത് ഇവിടെ സെഡിന്റെ വാല്യൂ 0 മുതൽ 1 വരെ റെസ്ട്രിക്റ്റഡ് അല്ല. ബൂസ്റ്റ് ഗ്യാസിലായിരുന്നു എന്ത് സെഡിന്റെ വാല്യൂ 0 മുതൽ 1 വരെ റെസ്ട്രിക്റ്റഡ് ചെയ്യുന്നത്. ഇവിടെ സെഡിന്റെ വാല്യൂവിന് എന്തില്ല, യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷനും ഇല്ല. അപ്പോൾ സെഡ് വേരി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ വേരി ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ക്വാണ്ടിറ്റീസ് ചേഞ്ച് ചെയ്യുന്നത്, എന്ത് ചേഞ്ച് ആണ് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. എസ്പെഷ്യലി സ്പെസിഫിക് ഹീറ്റ്. സ്പെസിഫിക് ഹീറ്റിന്റെ വേരിയേഷൻ എങ്ങനെയാണ്, നമ്മൾ ബോസ് ഗ്യാസിൽ നമുക്കൊരു ഗ്രാഫ് കിട്ടിയിരുന്നു. നമുക്ക് സ്പെസിഫിക് ഹീറ്റിന്റെ വേരിയേഷൻ ആദ്യം ഇൻക്രീസ് ചെയ്ത് പിന്നെ മാക്സിമം എത്തി പിന്നെ ഡിക്രീസ് ചെയ്യുന്ന ഒരു ഗ്രാഫൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ സിമിലർ ആയിട്ട് നമുക്ക് എങ്ങനെയാണ് നമുക്ക് എന്താ പറയുക ഫെർമി സിസ്റ്റത്തിൽ നമുക്ക് ഈ ഗ്രാഫ് കിട്ടുക, സ്പെസിഫിക് ഹീറ്റിന്റെ ഗ്രാഫ് കിട്ടുക എന്നുള്ളതും എന്ത് ചെയ്യാണ്ട് നമുക്ക് ചെക്ക് ചെയ്യാണ്ട്. അപ്പോൾ 4 കേസുകളാണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ കേസ് 1. ഓക്കെ, സോ കേസ് 1 ഡിസ്കസ് ചെയ്യാം. കേസ് 1. ഓക്കെ, കേസ് 1 കേസിന്റെ പേര് ഹൈലി നോൺ ഡീജനറേറ്റ്. ഹൈലി നോൺ ഡീജനറേറ്റ്. ഓക്കെ, ഹൈലി നോൺ ഡീജനറേറ്റ് കേസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഹൈലി നോൺ ഡീജനറേറ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടെമ്പറേച്ചർ ഈസ് വെരി ഹൈ ആൻഡ് ടെമ്പറേച്ചർ ടെൻസ് ടു ഇൻഫിനിറ്റി. ടെമ്പറേച്ചറിന്റെ വാല്യൂ എന്താണ്, ടെമ്പറേച്ചറിന്റെ വാല്യൂ വെരി ഹൈ ആണ് ആൻഡ് ടെമ്പറേച്ചർ ടെൻസ് ടു ഇൻഫിനിറ്റി. ടെമ്പറേച്ചർ ടെൻസ് ടു ഇൻഫിനിറ്റി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇതാണ് ഹൈലി നോൺ ഡീജനറേറ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ടെമ്പറേച്ചർ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വാല്യൂ ഓഫ് സെഡ് വിൽ ബി വെരി 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 ലെസ് ദാൻ 1. സെഡിന്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും, അത് വളരെ കുറവായിരിക്കും, വെരി വെരി ലെസ് ദാൻ 1 ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ഇനി നമുക്ക് ഓരോ ടേംസ് ആയിട്ട് നമുക്ക് നോക്കാം. സോ സെഡിന്റെ വാല്യൂ വെരി വെരി ലെസ് ദാൻ 1 ആണെങ്കിൽ F3/2 ഓഫ് സെഡ്. F3/2 സെഡിന്റെ എക്സ്പാൻഷൻ എങ്ങനെയാണ്, F3/2 സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് n ലാംഡ ക്യൂബ് ബൈ ജി ആണ് അല്ലെ, നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ ആണ്. സ്മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ N/V ആണ്. ഓക്കെ, ഇനി അതിന്റെ എക്സ്പാൻഷൻ വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, z മൈനസ് z സ്ക്വയർ ബൈ 2^3/2 പ്ലസ് z ക്യൂബ് ബൈ 3^3/2 മൈനസ് അങ്ങനെ എന്ത് ചെയ്യും, പ്ലസ് മൈനസ് ഇന്റർചേഞ്ച് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. ആൻഡ് സെഡിന്റെ വാല്യൂ വെരി വെരി ലെസ് ദാൻ 1 ആണെങ്കിൽ ഈ വാല്യൂ എന്തായിരിക്കും, ഈ F3/2 സെഡിന്റെ വാല്യൂ എന്തായിരിക്കും, ഇറ്റ് വിൽ ഓൾസോ ബി വെരി വെരി ലെസ് ദാൻ 1 ആയിരിക്കും അല്ലെ. ടി ടെൻസ് ടു ഇൻഫിനിറ്റി കേസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ടി ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ സെഡിന്റെ വാല്യൂ എന്തായിരിക്കും, അത് വെരി വെരി ലെസ് ദാൻ 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ F3/2 സെഡിന്റെ എക്സ്പാൻഷൻ വരുന്നത് ഇങ്ങനെയാണ്, ഇറ്റ് വിൽ ഓൾസോ ബി എന്തായിരിക്കും, വെരി വെരി ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, വെരി വെരി ലെസ് ദാൻ 1 ആണെങ്കിൽ F3/2 സെഡിന്റെ എക്സ്പാൻഷൻ നമുക്ക് എന്ത് പറ്റും, അതിൽ ഹയർ ടേംസ് നെഗ്ലക്ട് ചെയ്തിട്ട് ഇറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ ടു സെഡ് ആയിരിക്കും. സോ F3/2 ഓഫ് സെഡ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, സെഡ് ആയിരിക്കും. ഓക്കെ, ഇത് F3/2 മാത്രമല്ല എല്ലാ എഫ് മ്യൂ ഓഫ് സെഡും ഇങ്ങനെയാണ്. അതായത് ഹൈലി നോൺ ഡീജനറേറ്റ് കേസിൽ എല്ലാ എഫ് മ്യൂ ഓഫ് സെഡും എന്താണ്, സെഡിന് ഇപ്പോൾ F5/2 എടുത്തു കഴിഞ്ഞാലും F1/2 എടുത്തു കഴിഞ്ഞാലും എല്ലാ എഫ് മ്യൂ ഓഫ് സെഡും എന്താണ്, ഹൈലി നോൺ ഡീജനറേറ്റ് കേസിൽ അല്ലെങ്കിൽ ടി ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലെങ്കിൽ സെഡ് വെരി വെരി ലെസ് ദാൻ 1 കേസിൽ എന്താണ്, എല്ലാ എഫ് മ്യൂ ഓഫ് സെഡിനും വാല്യൂ എന്താണ് വരിക, സെഡ് ആണ് വരിക. ഓക്കെ, ഇനി നമുക്ക് ഓരോ വാല്യൂസ് ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് വെക്കാം. സോ നമ്മളെ യുവിന്റെ ഇക്വേഷൻ നമുക്ക് മുന്നേ നമുക്ക് കിട്ടിയിരുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ, യുവിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഈസ് ഈക്വൽ ടു 3/2 NKT into F5/2 of Z ഡിവൈഡഡ് ബൈ F3/2 of Z. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ആണ്. അപ്പോൾ F5/2 of Z ഉം Z ആണ്, F3/2 of Z ഉം Z ആണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 3/2 NKT. സോ 3/2 NKT വരും എന്ത്, യുവിന്റെ വാല്യൂ. ഓക്കെ, സോ ഇന്റർനാഞ്ച് 3/2 കാരണം F5/2 സെഡും സെഡ് വരും, F3/2 സെഡും സെഡ് വരും. സോ യുവിന്റെ വാല്യൂ എന്ത് വരും, 3/2 NKT വരും. ഓക്കെ, സിമിലർലി സ്പെസിഫിക് ഹീറ്റ് CV/NK. ഓക്കെ, സ്പെസിഫിക് ഹീറ്റിനെ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇക്വേഷൻ CV/NK ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു 15/4 F5/2 of Z divided by
f3/2 of z minus 9/4 f3/2 of z divided by f1/2 of z. ഇതാണ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ. ഇവിടെ f5/2 f3/2 f1/2 ഒക്കെ എന്താണ് z ആയിട്ടാണ് പോകുന്നത്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് it will be equal to 15/4 minus 9/4 വരും. 9/4 വരും. So it will be 6/4 വരും. This will be 3/2. അല്ലെങ്കിൽ നേരെ dou u by dou t ചെയ്താലും മതി. അപ്പോൾ നമുക്ക് കിട്ടും CV is equal to 3/2 nk കിട്ടും. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്തത് ഇവിടെ അപ്ലൈ ചെയ്തത്. So CV is equal to 3/2 nk കിട്ടും. Okay. So CV is equal to 3/2 nk. CV by nk ആണ് 3/2. CV is equal to 3/2 nk കിട്ടും. അപ്പോൾ നമുക്ക് എന്നിട്ട് ഹൈലി നോൺ ഡീജനറേറ്റ് കേസിലുള്ള സ്പെസിഫിക് ഹീറ്റ് ഉണ്ട്. സോ സ്പെസിഫിക് ഹീറ്റിന്റെ വാല്യൂ വരുന്നത് സ്പെസിഫിക് ഹീറ്റ് നോൺ ഡീജനറേറ്റ് കേസിൽ വരുന്നത് 3/2 nk ആണ്. എന്ത് വരുന്നത് t tends to infinity ആകുമ്പോൾ അല്ലെങ്കിൽ z very very tends to z very very less than 1 ആകുമ്പോൾ സ്പെസിഫിക് ഹീറ്റിന്റെ വാല്യൂ വരുന്നത് 3/2 nk ആണ്. ഓക്കെ. നൗ സിമിലർലി ഹെൽംഹോൾട്ട്സ് ഫ്രീ എനർജി കണ്ടുപിടിക്കാം. ഹെൽംഹോൾട്ട്സ് ഫ്രീ എനർജിയുടെ വാല്യൂ വരുന്നത് എന്തായിരുന്നു nkt into log z minus f5/2 by f3/2 നമുക്ക് ക്ലാസ്സിൽ ഡിറൈവ് ചെയ്താണ്. സോ f5/2 of z by f3/2 of z കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്താണ്. സോ ഇത് രണ്ടും എന്ത് വരും z by z എന്ത് വരും 1 വരും. സോ which will be equal to nkt log z minus 1 വരും. ഓക്കെ. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ഹെൽംഹോൾട്ട്സ് ഫ്രീ എനർജി ഫോർ ദിസ് പെർട്ടിക്കുലർ കേസ്. ആൻഡ് എൻട്രോപ്പിയുടെ വാല്യൂ സിമിലർലി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും nk is equal to s is equal to nk into 5/2 minus log n lambda cube by g. ഓക്കെ. ഇതാണ് എസിന്റെ വാല്യൂ. എസിന്റെ വാല്യൂ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. ഓക്കെ. സോ ഇതിൽ z പോയി log z നമ്മൾ എങ്ങനെ എഴുതി log z നെ എന്ത് കൊടുത്തു n lambda cube by g ആയിട്ട് കൊടുത്തു. ഓക്കെ. സോ ഈസിലി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാവുന്ന ഇക്വേഷൻ ഉള്ളൂ. സോ ഇതാണ് നമുക്ക് കിട്ടുന്നത് എൻട്രോപ്പിയുടെ ഇക്വേഷൻ വരുന്നത് 5/2 log n lambda cube by g. സോ ഇതാണ് നോൺ ഡീജനറേറ്റ് കേസ്. നോൺ ഡീജനറേറ്റ് കേസ് പറഞ്ഞു കഴിഞ്ഞാൽ z very tends to less than 1 ഉം t tends to infinity വരുന്ന കേസ്. സോ f3/2 of z അങ്ങനെയുള്ള f mu of z ഫെർമി ഡിറൈവ് ഫംഗ്ഷൻസ് ഒക്കെ z മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ആ കേസിൽ നമുക്ക് എന്ത് ചെയ്തു നമ്മൾ ഓരോ ക്വാണ്ടിറ്റീസ് ആയി നമ്മൾ കണ്ടുപിടിച്ചു. Okay. So this is the highly non-degenerate case. ഇതാണ് highly non-degenerate case പറഞ്ഞു കഴിഞ്ഞാൽ. Okay. Now let's move on to second case. നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കാം. Case 2. Okay. Case 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ degenerate case. Degenerate case. Okay. Degenerate case പറഞ്ഞു കഴിഞ്ഞാൽ t is very high. T is very high but not infinity. അതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് നേരത്തെ കേസിലും ടി വെരി ഹൈ ആയിരുന്നു, പക്ഷെ ടി ടെൻസ് ടു ഇൻഫിനിറ്റി ആണ് നമ്മൾ കൊടുത്തിരുന്നത്. പക്ഷെ ഇവിടെ എന്താണ് ടി കൂടുതൽ തന്നെയാണ്, ഹൈ ടെമ്പറേച്ചർ റീജിയൻ തന്നെയാണ്, പക്ഷെ എന്തല്ല അത് ഇൻഫിനിറ്റിക്ക് പോകുന്നില്ല. ഓക്കെ. അതായത് ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഹൈ ടെമ്പറേച്ചർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ സെഡിന്റെ വാല്യൂ എന്തായിരിക്കും ടി ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോഴാണ് സെഡിന്റെ വാല്യൂ വെരി വെരി ലെസ് ദാൻ 1 വരുന്നത്. സോ ടി വെരി ഹൈ ആകുമ്പോൾ സെഡിന്റെ വാല്യൂ കുറവനായിരിക്കും, സെഡിന്റെ വാല്യൂ എന്തായിരിക്കും വെരി വെരി ലെസ് ദാൻ 1 എന്നായിരിക്കും. സെഡിന്റെ വാല്യൂ എന്തായിരിക്കും ലെസ് ദാൻ 1 ബട്ട് നോട്ട് വെരി സ്മോൾ. നേരത്തെ സെഡിന്റെ വാല്യൂ വളരെ ചെറുതായിരുന്നു, ടിന്റെ വാല്യൂ വളരെ കൂടുതലായിരുന്നു. ടി ടെൻസ് ടു ഇൻഫിനിറ്റിയും സെഡ് ടെൻസ് ടു ഓൾമോസ്റ്റ് സീറോയിലേക്ക് പോകുന്ന ഒരു കേസാണ് നമുക്ക് വന്നിരുന്നത്. ഇവിടെ വരുമ്പോൾ എന്താണ് ഡീജനറേറ്റ് കേസിൽ ടി വെരി ഹൈ ആണ്, പക്ഷേ ഇൻഫിനിറ്റിലേക്ക് പോകുന്നില്ല. സെഡ് വെരി വെരി ലെസ് ദാൻ 1 എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് എന്താണ് ചെറുതാണ്, പക്ഷെ ലെസ് ദാൻ 1 ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമുക്ക് f3/2 z കണ്ടുപിടിച്ച് നോക്കാം. f3/2 of z പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് z മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് ആ ടേംസിനെ നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല. സോ സെഡിന്റെ നമുക്ക് എഴുതി നോക്കാം. എക്സ്പാൻഡഡ് ഫോം പറഞ്ഞാൽ z മൈനസ് z² ബൈ 2�3/2 പ്ലസ് z³ ബൈ 3�3/2 മൈനസ് എക്സെട്ര. ഇതാണ് f3/2 z വരുന്നത്. f3/2 z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്
3/2 സെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ n lambda cube by g ആണ് അല്ലേ, n lambda cube by g ആണ് മുന്നേ എഴുതിയിട്ടുള്ളതാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് കിട്ടും, ദിസ് വിൽ ബി n lambda cube by g. n lambda cube by g is equal to z minus z square by 2 raised to 3/2 plus z cube by 3 raised to 3/2 minus etc. Okay, ഇതാണ് n lambda cube by g യുടെ equation വരിക. So this is a power series of n lambda cube by g in terms of z. n lambda cube by g യുടെ ഒരു എക്സ്പാൻഷൻ ആണ് വരുന്നത് in terms of z ആണ് ഈ ഇക്വേഷൻ വരുന്നത്. Now we need to invert this equation. നമ്മൾ ഇതേ കേസ് നമ്മൾ ബോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ ഇക്വേഷൻ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇക്വേഷൻ ഇൻവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതായത് z-നെ ഇൻ ടേംസ് ഓഫ് n lambda cube by g ക്ക് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റണം. ഓക്കെ, we need to invert this equation. ഇക്വേഷൻ എന്ത് ചെയ്യണം, നമുക്ക് ഇൻവേർട്ട് ചെയ്യണം. അതായത് z-നെ ഇൻ ടേംസ് ഓഫ് ലാംഡ ക്യൂബ്, പവർ സീരീസ് ഓഫ് n lambda cube by g ആയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അതിന് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ബോസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള സെയിം സ്റ്റെപ്പ് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല, അതേ സ്റ്റെപ്പ് തന്നെയാണ് ചെയ്യുന്നത്. സോ സ്റ്റെപ്പ് നമുക്ക് ജസ്റ്റ് നോക്കാം. നമ്മൾ ബോസിൽ ക്ലാസ്സിൽ ഇതേ സെയിം കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇൻവേർഷൻ ഓഫ് സീരീസ് എങ്ങനെയാണ് നമ്മൾ ഇൻവേർട്ട് ചെയ്യുക? സപ്പോസ് നമുക്കൊരു y is equal to a1x plus a2x square plus a3x cube എന്ന് പറയുന്ന ഒരു പവർ സീരീസ് ഉണ്ട് വിചാരിക്കുക. ഇതിനെ ഇൻവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, എക്സ് ഇൻ ടേംസ് ഓഫ് വൈ നമ്മൾ എഴുതാൻ പോവാണ്. എക്സ് ഇൻ ടേംസ് ഓഫ് വൈ നമ്മൾ എഴുതാൻ പോവാണ്. സോ അത് ഈ ഫോമിലായിരിക്കും. സോ എക്സ് ഈസ് ഈക്വൽ ടു a1y plus a2y square അങ്ങനെ വരും. ഓക്കെ, നൗ വൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഈ വൈക്ക് എന്ത് ചെയ്യുക, ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. സോ ഇവിടെ വന്നു y സ്ക്വയർ പറയുമ്പോൾ ഇതിന്റെ സ്ക്വയർ വന്നു. ഓക്കെ, രണ്ട് ഭാഗത്തും എന്ത് ചെയ്യുക, ആദ്യം വൈയുടെ കോഎഫിഷ്യന്റ് പിന്നെ y സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് y ക്യൂബിന്റെ കോഎഫിഷ്യന്റ് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. നമ്മൾ ബോസ് ക്ലാസ്സിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ സെയിം സ്റ്റെപ്പുകൾ തന്നെയാണ്. സോ അത് പറഞ്ഞു പോകുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. സോ അത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണ് കിട്ടുക. സോ z is equal to n lambda cube by g plus 1/2 root 2 n lambda cube by g the whole square plus 1/4 minus 1/3 root 3 n lambda cube by 3. ഇതേ സെയിം എക്സ്പ്രഷൻ തന്നെയാണ് നമുക്ക് എവിടെ ഒബ്റ്റെയിൻ ചെയ്തിരുന്നത്, നമുക്ക് ബോസ് ഗ്യാസിൽ നമുക്ക് കിട്ടിയത്. സോ സെയിം സ്റ്റെപ്പ് സെയിം ഇക്വേഷൻ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, p/kt is equal to g by lambda cube into fi/2 of z നമ്മൾ മുന്നേ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ്. ഓക്കെ, സോ fi/2 of z ന്റെ എക്സ്പാൻഷൻ എങ്ങനെ വരും, z minus z square by 2 raised to 5/2 plus z cube by 3/5/2 നമുക്ക് അറിയാം. സോ z-ന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്. സോ z-ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, z-ന് ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പിന്നെ z സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പിന്നെ എന്ത് ചെയ്തു, z ക്യൂബിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ബോസ് ഗ്യാസിൽ നമ്മൾ ചെയ്തിട്ടുള്ള സെയിം സ്റ്റെപ്പാണ്, അതാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. z സ്ക്വയർ z ക്യൂബിന് എന്ത് ചെയ്തു, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, നൗ നമ്മൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ആദ്യം n lambda cube by g യുടെ കോഎഫിഷ്യൻസിനെ ഒരുമിച്ചെടുക്കുക. n lambda cube by g യുടെ കോഎഫിഷ്യന്റ് വരുമ്പോൾ ഇതിൽ 1 വരും അല്ലെ, ഇതിൽ 1 വരും. വേറെ ടേംസിലൊന്നും n lambda cube by g വരില്ല, കാരണം ഇവിടെ സ്ക്വയർ വരും, ഇവിടെ ക്യൂബ് വരും. സോ n lambda cube by g യുടെ കോഎഫിഷ്യന്റ് എന്ത് വരും, 1 വരും. പുറത്തൊരു g by lambda cube ഉണ്ട്. പിന്നെ n lambda cube by g സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് നോക്കുക, ഇവിടെ 1/2 റൂട്ടിൽ ഉണ്ടാവും, ഇവിടെ എന്ത് വരും, 1 വരും. സോ 1/2 റൂട്ട് 2 ഇവിടെ 1/2 റൂട്ട് 2 വരെ വരിക. lambda cube by g ഇവിടെ 1/2 റൂട്ട് 2 വരും. lambda cube by g ഹോൾ സ്ക്വയർ ഇവിടെ വരുന്നില്ല, ഇവിടെ പുറത്ത് 1/4 റൂട്ട് 2 അല്ലേ, ഇവിടെ 1/4 റൂട്ട് 2 ഉണ്ട്. സോ മൈനസ് സൈൻ ആണ്. സോ എന്തോന്നു ഇങ്ങനെ വരും. ഓക്കെ, സിമിലർലി n lambda cube by g ഹോൾ ക്യൂബിന്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക. സെയിം നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള സെയിം ഇക്വേഷൻ തന്നെയാണ് നമുക്ക് കിട്ടുക. ലാസ്റ്റ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ലാസ്റ്റ് നമുക്ക് കിട്ടുക ഇത്തരത്തിലുള്ള ഇക്വേഷൻ ആണ് കിട്ടുക. ദിസ് ഈസ് എക്സാക്ട്ലി ദ സെയിം ഇക്വേഷൻ ആസ് വി ഒബ്റ്റെയിൻ ഇൻ ദി ബോസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള സെയിം ഇക്വേഷൻ ആണ്. അതിൽ ആകെ കൂടി ഒരു കുറവുണ്ടാവുക ഈ ടേം മാത്രം ഉണ്ടാവില്ല. ഓക്കെ, ഈ ഒരു ടേം ഉണ്ടാവില്ല, ഈ -1 raised to n-1 ഉണ്ടാവില്ല എന്നൊരു കുറവ് മാത്രമേ ഉള്ളൂ. ബാക്കി നമുക്ക് എന്താണ് സെയിം ഇക്വേഷൻ തന്നെ കിട്ടുക. ബോസിൽ കിട്ടിയിട്ടുള്ള സെയിം ഇക്വേഷൻ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. ഓക്കെ, സോ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ബോസ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണില്ല. സോ നമുക്ക് എന്ത് കിട്ടി, PV/NKT is equal to summation L is equal to 1 to infinity -1 raised to L minus. ഈ -1 raised to L minus 1 ഉദ്ദേശിക്കുന്നത് ആൾട്ടർനേറ്റീവ് ആയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് വരുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, -1 raised to L minus 1 വരുന്നത്. നൗ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരിയൽ കോഎഫിഷ്യന്റ് ആണ്, നമ്മൾ പറഞ്ഞിരുന്നു. നൗ ഈ n നമുക്ക് v യുടെ ടേംസിൽ എഴുതുകയാണെങ്കിൽ എന്ത് എഴുതാം, lambda cube by g small v raised to L minus 1. ഓക്കെ, നേരത്തെ പറഞ്ഞിരുന്നു സ്മോൾ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ N by v ആണ്.
സ്മോൾ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ വി ബൈ എൻ ആണ്. സോ സ്മോൾ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 1 ബൈ സ്മോൾ വി ആണ്. ഓക്കെ, സോ ഈ സ്മോൾ എൻ നമ്മൾ കൊടുത്തു 1 ബൈ സ്മോൾ വി ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ പി വി ബൈ എൻ കെ ടി. ഇതാണ് നമുക്ക് കണ്ട് കിട്ടുന്ന ഇക്വേഷൻ. പി വി ബൈ എൻ കെ ടിയുടെ ഇക്വേഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള ബോസ് ഗ്യാസിൽ നമുക്ക് കിട്ടിയിട്ടുള്ള എക്സാക്ട്ലി സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ് എന്താണ് നമുക്ക് ഫെർമി സിസ്റ്റത്തിൽ കിട്ടുന്നത്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ എന്തുണ്ട്, ഒരു -1 റേസ് ടു L - 1 എന്ന് പറയുന്ന ഒരു ടേം എക്സ്ട്രാ കയറി വരുന്നുണ്ട്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, നൗ നമുക്ക് ഈ കേസിൽ നമുക്ക് സ്പെസിഫിക് ഹീറ്റ് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഈ കേസിൽ നമുക്ക് സ്പെസിഫിക് ഹീറ്റ്, ഓക്കെ, ഈ കേസിൽ നമുക്ക് സ്പെസിഫിക് ഹീറ്റ് ഒന്ന് കണ്ടുപിടിച്ച് വെക്കാം. സോ സ്പെസിഫിക് ഹീറ്റ് സി വി ഇസ് ഈക്വൽ ടു സ്പെസിഫിക് ഹീറ്റ് സി വി ഇസ് ഈക്വൽ ടു സ്പെസിഫിക് ഹീറ്റ് സി വി ബൈ എൻ കെ. ഓക്കെ, സി വി ഇസ് ഈക്വൽ എന്താണ്, സി വി ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി. ഡോ യു ബൈ ഡോ ടി കോൺസ്റ്റന്റ് എൻ ആൻഡ് വി അല്ലെ, കോൺസ്റ്റന്റ് എൻ ആൻഡ് വി കിട്ടും. സോ സി വി ബൈ എൻ കെ എന്ത് വരും, സി വി എനിക്ക് രണ്ട് ഭാഗത്ത് എൻ കെ ഡിവൈഡ് ചെയ്യുക. സോ 1 ബൈ എൻ കെ ഡോ ബൈ ഡോ ടി ഓഫ് യു ഇസ് ഈക്വൽ ടു, യു ഇസ് ഈക്വൽ ടു എന്താണ്, യു ഇസ് ഈക്വൽ ടു 3/2 പി വി ആണ് അല്ലേ. നമ്മൾ മുന്നേ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ്. നമ്മൾ ഫസ്റ്റ് ഈ ഫെർമി സിസ്റ്റത്തിന്റെ ഫസ്റ്റ് ലെക്ചറിൽ നമുക്ക് ഈ ഇന്റർണൽ ഇസ് ഈക്വൽ ടു യു ഇസ് ഈക്വൽ ടു 3/2 പി യുടെ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. സോ ഈ യുക്ക് ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 3/2 പി വി. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, 3/2 കോൺസ്റ്റന്റ് ആണ്, അതിനെ പുറത്ത് എടുക്കാം. ഈ എൻ കെ നമുക്ക് ഉള്ളിൽ എടുക്കാം. സോ 3/2 പുറത്തേക്ക് വന്നു. ഡോ ബൈ ഡോ ടി ഓഫ് പി വി ബൈ എൻ കെ. ഓക്കെ, പി വി ബൈ എൻ കെ നമുക്ക് കിട്ടും. ഓക്കെ, സോ പി വി ബൈ എൻ കെ ഓൾറെഡി നമുക്ക് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. പി വി ബൈ എൻ കെ നമുക്ക് എന്ത് ചെയ്യും, പി വി ബൈ എൻ കെ ടി ആണ്, കാര്യമില്ല, നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എക്സ്പ്രഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. സോ പി വി ബൈ എൻ കെയുടെ ഇക്വേഷൻ നമുക്ക് അറിയാം, അത് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, സോ സി വി ബൈ എൻ കെ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, ഈ ടീനെ പുറത്ത് എടുക്കാം അല്ലേ. സി വി ബൈ എൻ കെ ഇസ് ഈക്വൽ ടു 3/2 into dou by dou t of, now what is PV by NKT? PV by NKT എന്ത് ചെയ്ത് നമുക്ക് ഇവിടെ എഴുതി നോക്കാം. PV by NKT is equal to summation L is equal to 1 to infinity minus 1 raised to L minus 1 L n lambda cube by G raised to L minus 1 ഇതാണ് നമുക്ക് കിട്ടുന്ന പി വി ബൈ എൻ കെ ടി. സോ പി വി ബൈ എൻ കെ എന്താവും, ഈ ടീനപ്പുറത്തേക്ക് എടുത്താൽ മതി അല്ലേ. ടീനപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ടി ഇൻറ്റു summation L is equal to 1 to infinity minus 1 raised to L minus 1 L n lambda cube by G. Okay, n lambda cube by G. Okay, ഈ വിരൽ കോഎഫിഷ്യന്റ് വാല്യൂസ് ഒക്കെ നമ്മൾ മുന്നേ എഴുതിയിട്ടുണ്ട്, അതാണ് പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത് ആക്ച്വലി. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു, ഇതിലിപ്പോ എന്തൊക്കെയാണ് കോൺസ്റ്റൻസ് വരുന്നത്. സോ 3/2 ഓൾറെഡി എടുക്കുന്നുണ്ട്. ഓക്കെ, 3/2 എടുക്കുന്നുണ്ട്. നൗ നമുക്കിത് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പറയുമ്പോൾ L is equal to 1 to infinity minus 1 raised to L minus 1 AL. ഇത്രയും ആൾക്കാർ കോൺസ്റ്റന്റ് ആണ്. lambda cube by G raised to L minus 1 ഉണ്ട്. സോ ഇതിൽ n by g യും കോൺസ്റ്റന്റ് ആണ്. സോ n by g raised to L minus 1 കോൺസ്റ്റന്റ് ആണ്. ബാക്കി എന്താ വരിക, ബാക്കി ഒരു ഡോ ബൈ ഡോ ടി ഓഫ് ലാംഡ 3L minus 1 വരും. ഓക്കെ, ലാംഡ ക്യൂബ് റേസ് ടു L minus 1 വരും. പ്ലസ് സെക്കൻഡ് ടേം ഇൻറ്റു summation L is equal to 1 to infinity minus 1 raised to L minus 1 AL n lambda cube by G raised to lambda cube raised to L minus 1. Okay, into t, into derivative of t ആണ്. derivative of t എന്ത് വരും, 1 തന്നെ വന്നു. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു, ഇതൊരു ടാസ്ക് പരിപാടിയാവും. സോ 3/2 ഇൻറ്റു 3/2 ഈ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണം അല്ലേ. ആ ക്വാണ്ടിറ്റി നമുക്കൊന്ന് ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അതായിരിക്കും ബെറ്റർ. സോ നമുക്ക് ഡോ ബൈ ഡോ ടി ഓഫ്
lambda cube into L minus 1 നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. സോ ഡോ ബൈ ഡോ ടി ഓഫ് ലാംഡ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് h ക്യൂബ് ബൈ 2 pi mkt h by 2 pi mkt raised to 3 by 2 all raised to L minus 1. ഓക്കെ, ഇതാണ് വരിക. ഓക്കെ, സോ ഇതിൽ ടീനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ളൂ, ബാക്കി നമുക്ക് പുറത്ത് കൊടുക്കാം. സോ h ക്യൂബ് ഡിവൈഡഡ് ബൈ 2 pi mk raised to 3 by 2 all raised to L minus 1 നമ്മൾ പുറത്ത് കൊടുത്തു. ബാക്കി ഒരു ഡോ ബൈ ഡോ ടി ഓഫ് ഇവിടെ ടി റേസ് ടു 3 by 2 ഉണ്ട്, അതിന് മുകളിൽ എടുത്തു കഴിഞ്ഞാൽ ടി റേസ് ടു മൈനസ് 3 by 2 ആവും. സോ ടി റേസ് ടു മൈനസ് 3 by 2 ഇൻറ്റു L minus 1 വരും. ഓക്കെ, സോ വിച്ച് വിൽ ബി equal to ഈ ടേം that term is h cube by 2 pi mkt raised to 3 by 2 all raised to L minus 1. now ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ ആദ്യം പവർ വരുമ്പോൾ മൈനസ് 3 by 2 ഇൻറ്റു L minus 1. now t raised to minus 3 by 2 L plus 3 by 2 minus 1 അങ്ങനല്ലേ വരിക. അപ്പോൾ എക്സ് സ്ക്വയർ ആണെങ്കിൽ 2x വരും, അതായത് പവർ റേസ് ടു മൈനസ് 1 ആണ്. പവർ പറഞ്ഞാൽ മൈനസ് 3 by 2 L minus 1 ആണ്. സോ ഇതിനുള്ളിൽ എടുത്തു കഴിഞ്ഞാൽ മൈനസ് 3 by 2 എല്ലും വരും, പ്ലസ് 3 by 2 വരും, പിന്നെ ഒരു മൈനസ് 1 കൂടി വന്നു, പിന്നെ ഒരു മൈനസ് 1 കൂടി വന്നു. ഓക്കെ, സോ വിച്ച് വിൽ ബി equal to തൽക്കാലം ഈ ടേം ഞാൻ എഴുതുന്നതിന് പകരം ഈ ടേം ഞാൻ എക്സ് എന്ന് കൊടുക്കുന്നുണ്ട് തൽക്കാലം എഴുതുന്നതിന് സുഖത്തിന് വേണ്ടിയിട്ട്. സോ എനിക്ക് വേണ്ട ടേം, ഈ ടേം ഇതേപോലെ വന്നു. now minus 3 by 2 into L minus 1. now ഇവിടെ എന്ത് വരും, t minus 3 by 2 L 3 by 2 minus 1. സോ എന്ത് വരും, 3 minus 2 1 by 2 വരും. സോ പ്ലസ് 1 by 2 വരും. ഓക്കെ, പ്ലസ് 1 by 2 വരും. സോ which will be equal to ഓൾറെഡി ഒരു h ക്യൂബ് ബൈ 2 pi mk raised to 3 by 2 all raised to L minus 1 ഉണ്ട്. പിന്നെ നമ്മൾ അതിലൊരു മൈനസ് 3 by 2 ഇൻറ്റു L minus 1 എടുക്കുന്നുണ്ട്. പിന്നെ ഒരു t മൈനസ് 3 by 2 L പ്ലസ് 1 by 2 ഉണ്ട്. നമുക്ക് ഈ ടീനെ ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കണം. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുകളിൽ അകത്തൊരു ടി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ടി ബൈ ടി കൊടുക്കാം നമുക്ക്. ഓക്കെ, ഒരു ടി ബൈ ടി കൊടുക്കാം. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, സോ ഡോ ബൈ ഡോ ടി ഓഫ് ലാംഡ 3L minus 1 will be equal to, സോ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടി വന്നു. സോ ടി റേസ് ടു 1 ആണ്. ടി റേസ് ടു 1 എന്ന് പറയുമ്പോൾ 1 by 2 പ്ലസ് 1 ടി റേസ് ടു 3 by 2 ആവും. ഓക്കെ, ഇതെന്തായിട്ട് മാറും, ടി റേസ് ടു 3 by 2 ആയിട്ട് മാറും. ടി റേസ് ടു 3 by 2 ആകുമ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ താഴത്തേക്ക് എടുക്കാം അല്ലേ. നമുക്ക് അതിനെ താഴത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ എഴുതി തരാം, എഴുതി കാണുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. സോ h ക്യൂബ് ബൈ 2 pi mk റേസ് ടു 3 by 2 all power L minus 1. പിന്നെ ഒരു മൈനസ് 3 by 2 ഇൻറ്റു L minus 1 ഉണ്ട്. now നമുക്ക് ബാക്കിയുള്ളത് മൈനസ് ടി റേസ് ടു മൈനസ് 3 by 2 L പ്ലസ് 3 by 2 പിന്നെ 1 by t വരും. ആ ടീനെ ഞാൻ ഇവിടെ കൊടുത്തു. ഓക്കെ, സോ ഇതിനെന്ത് ചെയ്യുക, കോമൺ ആയിട്ട് 3 by 2 പുറത്ത് എടുക്കുക. 3 by 2 പുറത്ത് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, 3 by 2 പുറത്ത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ L minus 1 വരും. ഓക്കെ, 3 by 2 മൈനസ് 3 by 2 പുറത്ത് എടുക്കുക. ഓക്കെ, മൈനസ് 3 by 2 പുറത്ത് എടുത്തു കഴിഞ്ഞാൽ ഈ ടേം എന്തായിട്ട് വരും, ദിസ് വിൽ ബി മൈനസ് 3 by 2 ഇൻറ്റു L minus 1 വരും. ഓക്കെ, സോ മൈനസ് 3 by 2 L minus 1 വന്നു കഴിഞ്ഞാൽ താഴത്തേക്ക് എടുക്കാം. താഴത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും, ടി റേസ് ടു 3 by 2 റേസ് ടു L minus 1 വരും.
സോ അതിനെന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എടുക്കാൻ പറ്റും. ക്ലിയർ? ഓക്കെ. സോ ഇതിൽ എന്ത് ചെയ്തു, -3/2 നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പോൾ അവിടെ എന്ത് വന്നു, L-1 വരും. സോ -3/2 × L-1. സോ t⁻⁻ എന്ന് പറയുമ്പോൾ എന്ത് വരും, നമുക്ക് ഡിനോമിനേറ്റർ എഴുതാൻ പറ്റും. അപ്പോൾ ഡിനോമിനേറ്റർ എന്ത് വരും, t⁻3/2 L-1 വരും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനുള്ളിൽ എടുക്കാം. അപ്പോൾ അതിനുള്ളിൽ എടുക്കാൻ പറ്റും. സോ which can be written as h³ by 2π mkt raised to 3/2 all power L-1. പിന്നെ എന്തുണ്ട്, ഒരു -3/2t into L-1 കിട്ടും. ഓക്കെ, into L-1 കിട്ടും. സോ which will be equal to ഈ ടേം എന്താണ്, ദിസ് ടേം ഈസ് λ³ raised to L-1. ഇത് ഉള്ളിലത്തെ ടേം λ³ ആണ്. പിന്നെ എന്തുണ്ട്, ഒരു പവർ raised to L-1 ഉണ്ട്. പിന്നെ ഈ ടേമും വരും. സോ which will be equal to -3/2t into L-1. ഈ ടേമിന് നമുക്ക് എഴുതാൻ പറ്റും, ദാറ്റ് ഈസ് λ³ into L-1. ഓക്കെ. സോ ഡോ/t ഓഫ് λ³ into L-1 എന്താണ്, -3/2t L-1 λ³ L-1 ആണ്. സോ നമുക്ക് അത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമുക്കത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ടേമിന് എന്ത് ചെയ്യാം, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ആ ടേമിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, സോ CV/NK. So CV/NK will be equal to 3/2 into 3/2t. First term 3/2t minus summation വന്നു AL n/g. 3/2t summation L is equal to 1 to infinity minus 1 raised to L minus 1. പിന്നെ ഒരു AL വന്നു, പിന്നെ ഒരു AL വന്നു. പിന്നെ എന്താ ഉള്ളത് നമുക്ക്, പിന്നെ n/g raised to L-1 ഉള്ളത്. ഓക്കെ. സോ that is n/g raised to L-1. പിന്നെ വരുന്നത് ഡോ/t ഓഫ് λ³ L-1 ആണ്. സോ ആ വാല്യൂ നമുക്ക് എന്താണ്, ആ വാല്യൂ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ -3/2 into L-1 λ³ into L-1. Okay, λ³ into L-1. പിന്നെ പ്ലസ് ഏത് ടേമാണ്, എവിടെ, പ്ലസ് ഈ ടേം വന്നു, ഈ സമ്മേഷന്റെ ഈ ടേം വന്നു. പ്ലസ് സമ്മേഷന്റെ ആ ടേം വരും. ദാറ്റ് ഈസ് summation L is equal to 1 to infinity minus 1 raised to L-1 AL into λ³ അല്ലേ, n⁵/g raised to L-1. n⁵/g raised to L-1. സോ ഇങ്ങനെയാണ് എന്ത് വരിക, അതിന്റെ എക്സ്പാൻഷൻ വരിക. ഓക്കെ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ക്യാൻസൽ ഔട്ട് ദിസ് ടി ആൻഡ് ദിസ് ടി ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്ത് വരും, ഇവിടെ 3/2 ഉണ്ട്, ഇവിടെ -3/2 ഉണ്ട്. സോ -9/4 വരും, -9/4. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ λ³ raised to L-1 ഇതിനുള്ളിൽ എടുക്കാം അല്ലേ. അതിനുള്ളിൽ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും, summation L is equal to 1 to infinity minus 1 raised to L-1 AL. പിന്നെ ഈ λ³ ഇതിനുള്ളിൽ കൊടുത്തു. സോ n⁵/g raised to L-1. പിന്നെ ഇവിടെ L-1 കൊടുക്കുന്നുണ്ട്, into L-1 പ്ലസ് summation L is equal to 1 to infinity minus 1 raised to L-1 AL into n⁵/g raised to L-1 വന്നു. ഓക്കെ. സോ കോമൺ ആയിട്ട് എന്തുണ്ട്, ഈ സമ്മേഷൻ ടേം ഈ കംപ്ലീറ്റ് സാധനം എന്താണ്, രണ്ട് ഭാഗത്തും കോമൺ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ പുറത്തേക്ക് എടുക്കാം. അതിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് വേറെ രീതിയിൽ നമുക്ക് ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു 3/2 into summation L is equal to 1 to infinity minus 1 raised to L-1 minus 1 raised to L-1
AL into n lambda cube by g raised to L minus 1 ഞാൻ പുറത്തേക്ക് എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ സമ്മേഷൻ -1 raised to L minus 1 AL into n lambda cube by g raised to L minus 1 ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ എന്തില്ല, 3/2 ഇല്ല. അപ്പോൾ 3/2 ഞാൻ അവിടെ കൊടുക്കേണ്ടി വരും. ഇവിടെ നിന്ന് 3/2 എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? ഇവിടെ നിന്ന് 3/2 എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഒരു 3/2 വരില്ല. സോ ഒരു -3/2 ഉണ്ടാവും. ഇവിടെ L minus 1 എടുക്കുന്നുണ്ട്, ഇവിടെ L minus 1 എടുക്കുന്നുണ്ട്, പ്ലസ് ഇവിടെ 3/2 കോമ്പൻസേറ്റ് ചെയ്യാൻ ഒരു 2/3 കൊടുക്കും. ഓക്കെ, നൗ ഈ ബ്രാക്കറ്റ് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ബ്രാക്കറ്റ് മാത്രം സോൾവ് ചെയ്ത് നോക്കാം. സോ -3/2 L minus 1 പ്ലസ് 2/3. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ -3/2 L പ്ലസ് 3/2 പ്ലസ് 2/3. ഓക്കെ, so which will be equal to -3/2 L 3/2 plus 2/3 എന്ത് വരും? 9 plus 4 13. 9 plus 4 13 വരും. എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഓക്കെ, ആക്ച്വലി 3/2 എല്ലാവർക്കും കോമൺ അല്ലേ? അതെ, 3/2 എല്ലാവർക്കും കോമൺ ആണ്. 3/2 എല്ലാവർക്കും കോമൺ ആണ്. സോ ഇവിടെയും 3/2 വരും, ഇവിടെ 3/2 വരും, ഇവിടെ 3/2 വരും. സോ ഇവിടെ എന്ത് വരും? 1 വരും. ഓക്കെ, ഇവിടെ കൂടി 3/2 ഉണ്ടായിരുന്നു, കാരണം 3/2 കോമൺ ആയിരുന്നല്ലോ. സോ +1 ആണ് വരിക കേട്ടോ. സോ +1 ആണ് വരിക. സോ -3/2 into L minus 1 +1 ആണ് വരിക. ഓക്കെ, സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? -3/2 L plus 3/2 plus 1 വരും. സോ ദാറ്റ് ഈസ് -3/2 L plus 5/2 വരും. ഓക്കെ, സോ -3L plus 5/2 വരും. ഓക്കെ, സോ ഈ ബ്രാക്കറ്റിനകത്ത് ടേം എന്ത് വന്നു? ഈ രീതിയിൽ വന്നു. ഓക്കെ, so we can write CV by NK. So we can write CV by NK is equal to 3/2 into summation L is equal to 1 to infinity -1 raised to L minus 1 -1 raised to L minus 1 AL into n lambda cube by g raised to L minus 1. ഈ ബ്രാക്കറ്റിനകത്ത് ടേം തോന്നുന്നു 5 minus 3L divided by 2 വന്നു. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്നത്, നമുക്ക് കിട്ടുന്ന CV by NK എന്ന് പറയുന്ന ടേം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നൗ CV കിട്ടണമെങ്കിൽ NK പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും CV മാത്രമായിട്ട് കിട്ടും. നൗ നമ്മൾ ഈ സമ്മേഷൻ നമ്മൾ കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ സമ്മേഷന്റെ വാല്യൂസ് നമ്മൾ കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. സോ എല്ലിന്റെ വാല്യൂ നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണെന്ന്. സോ L is 0 to infinity. ആക്ച്വലി L is equal to 0 to infinity. എല്ലിന്റെ വാല്യൂ നമ്മൾ ഓരോ വാല്യൂസ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 0 to infinity ഉള്ള ഓരോ വാല്യൂസ് ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? CV is equal to 3/2 NK. NK പുറത്ത് കൊടുത്തു. ഫസ്റ്റ് ടേം എന്ത് വരും? Lന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം എന്തായാലും 1 ആയിട്ട് പോകും, കംപ്ലീറ്റ് 1 ആയിട്ട് പോകും. സോ 1 മൈനസ് Lന് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 0.0884 ഇൻറ്റു ലാംഡ ക്യൂബ് ബൈ ജി കിട്ടും, പ്ലസ് നെക്സ്റ്റ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 0.006 കിട്ടും, ലാംഡ ക്യൂബ് ബൈ ജി വി. ലാംഡ ക്യൂബ് എന്നിനെ ഇവിടെ കൊടുത്തു കേട്ടോ. ഓക്കെ, സോ ജി വി റേസ് ടു സ്ക്വയർ മൈനസ് എക്സെട്ര. ഈ രീതിയിലുള്ള ഒരു എക്സ്പാൻഷൻ ഉണ്ട്. അതായത് നമ്മൾ ഈ എല്ലിന് ഓരോ വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ ആദ്യം വിരൽ കോഷ്യന്റ് 1 വരും, പിന്നെ ഫസ്റ്റ് സെക്കൻഡ് വിരൽ കോഷ്യന്റ്, അങ്ങനെ ഓരോ വിരൽ കോഷ്യന്റ് വരും. എല്ലിനൊക്കെ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം 0, 1, 2 ഓരോ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമുക്ക് എന്ത് കിട്ടുക? നമുക്ക് CV-യുടെ നമുക്ക് എക്സ്പാൻഷൻ കിട്ടുക. ഓക്കെ, CV-യുടെ നമുക്ക് എക്സ്പാൻഷൻ കിട്ടുക. സോ ഇഫ് t tends to infinity ആണെന്ന് വിചാരിക്കുക. t tends to infinity മീൻസ് ലാംഡയുടെ വാല്യൂ എന്തായിട്ട് പോകും? ലാംഡയിൽ t കിടക്കുന്നത് താഴ്ത്താണ്. സോ t tends to infinity മീൻസ് ലാംഡ tends to 0 ആണ് പോവുക. സോ ലാംഡ tends to 0 ആകുമ്പോൾ CV-യുടെ വാല്യൂ പോകും, ഈ ടേമുകൾ കംപ്ലീറ്റ് പോകും അല്ലെ. ലാംഡ 0 ആണെങ്കിൽ ഈ ടേം കംപ്ലീറ്റ് പോകും, ഈ 1 മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? CV is equal to 3/2 NK ആണ് വരിക. നേരത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ. നേരത്തെ നമ്മൾ t tends to infinity പറയുമ്പോൾ നമ്മൾ പറയുന്നത് CV-യുടെ വാല്യൂ t tends to infinity ആണെങ്കിൽ 3/2 NK ആണ്. അതന്നെയാണ് നമുക്ക് എന്ത് ചെയ്തത്? വീണ്ടും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തത് അല്ലെ. t tends to infinity ആണെങ്കിൽ ലാംഡയുടെ വാല്യൂ 0ക്കാണ് പോവുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും?
ഈ ഹയർ ഓർഡർ ടേംസ് കംപ്ലീറ്റ് സീറോ ആയിട്ട് പോകും. സോ ഫസ്റ്റ് ടേം മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. സോ എന്ത് വരും 3/2 NK ആയിട്ട് മാറും. സി വിയുടെ വാല്യൂ എന്തായിട്ട് മാറും 3/2 NK ആയിട്ട് മാറും. ഓക്കെ. സോ ഫോർ എനി അതർ വാല്യൂസ് ഫോർ വേറെ നമ്മൾ കേസ് ഡിസ്കസ് ചെയ്യുന്ന കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി അല്ലാത്ത കേസാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫോർ എനി അതർ ഹൈ വാല്യൂസ് വേറെ ഏതെങ്കിലും ഹൈ വാല്യൂസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്ത് വരും ഈ λ³ ഒക്കെ എന്തായിരിക്കും വാല്യൂസ് ഉണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ എന്താണ് ചെയ്യുന്നത് അതൊക്കെ 1ൽ നിന്ന് മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ 1ൽ നിന്ന് മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ദ വാല്യൂ വിൽ ബി എന്തായിരിക്കും സോ വാല്യൂ ഓഫ് CV വിൽ ബി ലെസ് ദാൻ എന്തായിരിക്കും 3/2 NK ആയിരിക്കും. കാരണം ഈ വാല്യൂസ് ഒക്കെ എന്താ ചെയ്യുന്നത് അതായത് ഹയർ വാല്യൂസ് ആണെങ്കിൽ ഈ ടേംസുകളൊക്കെ ഉണ്ട് ഈ ലാംഡയുടെ വാല്യൂസ് കംപ്ലീറ്റ് ഉണ്ടായിരിക്കും. സോ പക്ഷെ ആ ടേമുകളൊക്കെ നമ്മൾ 1ൽ നിന്ന് കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഈ സിയുടെ വാല്യൂ നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ എന്ത് വരും സിയുടെ വാല്യൂ വിൽ ബി ലെസ് ദാൻ 3/2 NK ആയിട്ട് വരിക. ലെസ് ദാൻ എന്തായിട്ട് വരിക 3/2 NK ആണ് വരിക. സോ നമുക്ക് അതിൽ നിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ഹൈ ടെമ്പറേച്ചറിലേക്ക് എത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ദി സ്പെസിഫിക് ഹീറ്റ് ഡിക്രീസസ് മോണോട്ടോണിക്കലി. ഓക്കെ. ടെമ്പറേച്ചർ ഹൈ ഇൻഫിനിറ്റിക്ക് പോവുകയാണെങ്കിൽ ഓക്കെ അത് 3/2 NK കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. പക്ഷേ ഇൻഫിനിറ്റി അല്ലാത്ത ഒരു ഹൈ ടെമ്പറേച്ചർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യണതെങ്കിൽ ദെൻ ദി സ്പെസിഫിക് ഹീറ്റ് ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. സ്പെസിഫിക് ഹീറ്റ് എന്ത് ചെയ്യും ഡിക്രീസസ് മോണോട്ടോണിക്കലി വിത്ത് ടെമ്പറേച്ചർ എന്ത് ചെയ്യുക മോണോട്ടോണിക്കലി ഡിക്രീസ് ചെയ്യുക. ആ വാക്ക് ഇമ്പോർട്ടന്റ് ആണ്. മോണോട്ടോണിക്കലി വിത്ത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും സ്പെസിഫിക് ഹീറ്റ് മോണോട്ടോണിക്കലി ഡിക്രീസ് ചെയ്യുക മീൻസ് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. സോ ഇവിടെ നമുക്ക് CV/NK കൊടുക്കാം. ഇവിടെ CV/NKയും ഇവിടെ ടെമ്പറേച്ചർ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ. സോ ഇവിടെ നമുക്ക് ലിമിറ്റ് വെക്കാം. ദിസ് ഈസ് 3/2 NK കേട്ടോ. CV/NK കൊണ്ട് ഈ വാല്യൂ എന്ത് ചെയ്തു 3/2 കൊടുക്കുക. സോ ഹയർ ടെമ്പറേച്ചർ ഇൻഫിനിറ്റിക്ക് പോകുമ്പോൾ എന്താവും ഇത് കോൺസ്റ്റന്റ് ആയിരിക്കും 3/2. പക്ഷേ ഹയർ ടെമ്പറേച്ചർ അതായത് ടെമ്പറേച്ചർ നമ്മൾ ഹൈ ആണ് ബട്ട് നോട്ട് ഇൻഫിനിറ്റി ആണ് എന്ത് ചെയ്യും അത് ഡിക്രീസ് ചെയ്തിട്ട് എന്ത് ചെയ്യും ഇങ്ങനെയാണ് പോവുക. ഓക്കെ. സോ ഈ റീജിയൻ ആണ് ഇപ്പോൾ ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇൻഫിനിറ്റിയിലേക്ക് എത്തുമ്പോൾ ഓക്കെ അതെന്തായിട്ട് പോകുന്നുണ്ട് 3/2 ആയിട്ട് കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നുണ്ട്. പക്ഷേ അല്ലാത്ത റേഞ്ചിൽ എന്താണ് വരുന്നത് ഇതേപോലെ ഒരു കർവാണ് നമുക്ക് കിട്ടുക. നമുക്ക് ബോസ് ഗ്യാസിൽ നമുക്ക് എങ്ങനെയാണ് ഗ്രാഫ് കിട്ടിയത് നമുക്ക് കിട്ടിയ ഗ്രാഫ് നമുക്ക് ഇൻക്രീസ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെയാണ് പോണത് അല്ലെ. ഈ രീതിയിലാണ് നമുക്ക് കിട്ടിയത് ബോസ് ഗ്യാസിൽ നമുക്ക് ഗ്രാഫ് കിട്ടി സിവിയുടെ ഗ്രാഫ് കിട്ടിയത്. പക്ഷേ ഇവിടെ കിട്ടുന്നതാണ് ഇവിടെ മോണോട്ടോണിക്കലി ആണ് ഡിക്രീസ് ചെയ്യുക. ആ ഡിക്രീസിന്റെ പാറ്റേൺ ശ്രദ്ധിക്കണം. മോണോട്ടോണിക്കലി ആണ് എന്ത് ചെയ്യുന്നത് CV ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഈ കേസാണ് എന്ത് നമ്മൾ വിളിക്കുന്നത് നമ്മുടെ ഡീജനറേറ്റ് കേസ് പറയും. സോ ദിസ് ഈസ് ദി ഗ്രാഫ് ഫോർ ദ വേരിയേഷൻ ഓഫ് സ്പെസിഫിക് ഹീറ്റ് ഇൻ ഫെർമി ഗ്യാസ് അല്ലെങ്കിൽ ഫെർമി സിസ്റ്റത്തിലുള്ള സ്പെസിഫിക് ഹീറ്റിന്റെ വേരിയേഷൻ ആണ് എന്തുള്ളത് ഈ ഗ്രാഫ് കാണിച്ചുള്ളത്. ഈ ഗ്രാഫ് നമുക്ക് ഓൾറെഡി നമുക്ക് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബോസ് സിസ്റ്റത്തിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ ദിസ് കേസ് ഈസ് നോൺ ആസ് ദി ഡീജനറേറ്റ് കേസ്. ഈ കേസിനാണ് നമ്മൾ എന്ത് വിളിക്കാം നമ്മൾ ഡീജനറേറ്റ് കേസ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ നമ്മൾ രണ്ട് കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്ന് നോൺ ഡീജനറേറ്റ് കേസും അതേപോലെ തന്നെ ഇപ്പൊ എന്ത് കേസ് ഡിസ്കസ് ചെയ്തു ഡീജനറേറ്റ് കേസും എന്ത് ചെയ്തു നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ. നൗ മൂവിങ് ഓൺ ടു കേസ് 3. മൂന്നാമത്തെ കേസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മൂവിങ് ഓൺ ടു കേസ് 3. ഓക്കെ. കേസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡീജനറേറ്റ്. ഓക്കെ. കംപ്ലീറ്റ്ലി ഡീജനറേറ്റ് ആയിട്ടുള്ള കേസാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ഡീജനറേറ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് T tends to 0. ഓക്കെ. T tends to 0 ആയിരിക്കും. T tends to 0 ആണെങ്കിൽ m⁴/g യുടെ വാല്യൂ എന്ത് വരും T എടുക്കുന്നത് ലാംഡയിൽ താഴത്തായതുകൊണ്ട് m⁴³ tends to ഇൻഫിനിറ്റി ആയിട്ട് പോകും. ഓക്കെ. ദിസ് ഈസ് കംപ്ലീറ്റ്ലി ഡീജനറേറ്റ് കേസ്. ഇതിനാണ് നമ്മൾ വിളിക്കുക കംപ്ലീറ്റ്ലി ഡീജനറേറ്റ് കേസ് എന്ന് വിളിക്കാം. കംപ്ലീറ്റ്ലി ഡീജനറേറ്റ് കേസ് ആകുമ്പോൾ നമ്മൾ ഒക്യുപ്പേഷൻ നമ്പറിലാണ് അവിടെ എന്ത് വരുന്നത് അവിടെ ഒരു നല്ലൊരു പ്രോപ്പർട്ടി വരുന്നത്. ഒക്യുപ്പേഷൻ നമ്പർ നമുക്കറിയാം. ഒക്യുപ്പേഷൻ നമ്പർ ഈസ് ഈക്വൽ ടു 1/exponential E-μ/kT + 1. ഇതാണ് നമ്മൾ എന്ത് വരുന്നത് നമ്മൾ ഒക്യുപ്പേഷൻ നമ്പർ വരുന്നത്. ഓക്കെ. നൗ ഇവിടെ നമുക്കിപ്പോൾ T tends to 0 ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. T tends to 0 ആണ് പോകുന്നത്. സോ T tends to 0 ആകുമ്പോൾ നമുക്ക് രണ്ട് കേസുകളാണ് വരുന്നത്. ഓക്കെ. ഇത് വാല്യൂ ഓഫ് ഒക്യുപ്പേഷൻ നമ്പർ ഈ ഒക്യുപ്പേഷൻ നമ്പർ ഒന്നെങ്കിൽ 1 ആവാം അല്ലെങ്കിൽ എന്താവാം 0 ആവാം. This 1 will be when energy is less than μ0 and this 0 will be
when energy is greater than mu 0. അതായത് occupation number 1 ആവും എപ്പോ when the energy of the system, ആ സിസ്റ്റത്തിന്റെ എനർജി എന്താണ് mu 0. mu 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കെമിക്കൽ പൊട്ടൻഷ്യൽ ആയിട്ട് സീറോ ടെമ്പറേച്ചർ ഉള്ള കെമിക്കൽ പൊട്ടൻഷ്യൽ ആണ് എന്ത് mu 0 എന്ന് പറഞ്ഞത്. സോ when value of energy is less than mu 0 നമുക്ക് എന്ത് കിട്ടും occupation number 1 ഉം when the value of energy is greater than mu 0 നേക്കാൾ കൂടുതലാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ആ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ആ ലെവലിൽ പാർട്ടിക്കിൾ ഉണ്ടാവില്ല, occupation number എന്തായിരിക്കും 0 ആയിരിക്കും. ആക്ച്വലി അത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും, കാരണം ഇപ്പോൾ t tends to 0 ആണ്. സോ t tends to 0 ആകുമ്പോൾ ആക്ച്വലി ഇതായിട്ട് പോകും, ഈ ടേം ഇൻഫിനിറ്റി ആയിട്ട് വരും. ഈ ടേം ഇൻഫിനിറ്റി വരും. പക്ഷേ e less than mu 0 ആണെങ്കിൽ ന്യൂമറേറ്റർ എന്ത് വരും, ന്യൂമറേറ്ററിൽ ഈ ചെറുതും mu വലുതുമാണ്. സോ e മൈനസ് mu ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് കിട്ടും. സോ t tends to 0 ആണ്, അത് ഓൾറെഡി ഇൻഫിനിറ്റി ആയി, മുകളിൽ നെഗറ്റീവ് വന്നു. സോ e raised to minus infinity ആണ് വരിക. e raised to minus infinity is 0. സോ 1/0 plus 1 വരും, അത് നമുക്ക് കിട്ടും 1 കിട്ടും. അങ്ങനെയാണ് നമുക്ക് 1 കിട്ടുന്നത്. Now what happens if e is greater than mu 0? ഈ mu 0 അങ്ങനെ ഗ്രേറ്റർ ആണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ഇവിടെ വലുതെന്ന് ചെറുതാണ് കുറക്കുന്നത്. സോ ന്യൂമറേറ്റർ പോസിറ്റീവ് വരും. t tends to 0 ആയതുകൊണ്ട് ഓൾറെഡി എന്ത് വന്നു, ഇൻഫിനിറ്റി വന്നു. സോ e raised to infinity വരും. e raised to infinity is എന്താണ്, e raised to infinity is -1. സോ 1/0 വരും. സോ കംപ്ലീറ്റ് എന്ത് വരും, അത് 0 ആയിട്ട് പൊക്കോളും. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്തത് ഈ ഒരു കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് എ ലിമിറ്റിംഗ് വാല്യൂ ഫോർ എനർജി. എനർജിക്ക് എന്ത് വരികയാണ്, അവിടെ ഒരു ലിമിറ്റിംഗ് വാല്യൂ വരികയാണ്. അതായത് mu 0 വരെയുള്ള എനർജി ആണ് നമ്മുടെ സിസ്റ്റത്തിനുള്ളെങ്കിൽ അല്ലെങ്കിൽ പാർട്ടിക്കിൾസിലുള്ളെങ്കിൽ എന്തായിരിക്കും occupation നമ്പർ എന്തായിരിക്കും 1 ആയിരിക്കും. ഇഫ് ദി എനർജി ഈസ് ഗ്രേറ്റർ ദാൻ എനർജിയുള്ള ലെവലുകളാണെങ്കിൽ അവിടുത്തെ occupation നമ്പറുകൾ എന്തായിരിക്കും 0 ആയിരിക്കും. ഓക്കെ, സോ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് ലെവൽസ് വിച്ച് ഹാവ് എനർജി അപ് ടു mu 0 വരെയുള്ള എനർജി. ഓക്കെ, mu 0 വരെയുള്ള എനർജി, അതായത് mu 0നും mu 0, സപ്പോസ് നമുക്ക് ഇതാണ് നമ്മുടെ mu 0 എന്ന് പറയുന്ന എനർജി ലെവൽ എന്ന് വിചാരിക്കുക. ഈ mu 0 വരെയുള്ള എനർജി, സോ താഴത്തേക്ക് വരെയുള്ള കംപ്ലീറ്റ് എനർജി എന്തായിരിക്കും, കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. അത് ഒരു പാർട്ടിക്കിൾ വെച്ചിട്ട് എന്തായിരിക്കും, കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. പക്ഷേ അവിടെ കാരണം എന്താണ്, occupation number 1 ആണ്. പക്ഷേ എനർജി mu 0നേക്കാൾ കൂടുതലാണെങ്കിൽ, അതായത് mu 0ന്റെ മുകളിലുള്ള ലെവലൊക്കെ എന്തായിരിക്കും, അത് കംപ്ലീറ്റ്ലി എംപ്റ്റി ആയിരിക്കും. കാരണം ഇവിടെ ഒന്നും ഉണ്ടാവില്ല, occupation number 0 ആണ്. സോ അവിടെ എന്ത് ചെയ്യില്ല, അവിടെ പാർട്ടിക്കിൾസ് ഉണ്ടാവില്ല. ഓക്കെ, സോ ആ ഒരു കേസാണ് കംപ്ലീറ്റ്ലി ഡീജനറേറ്റ് വരുന്നത്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, അവർ occupation number is a step function. occupation number is a സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. കാരണം പെട്ടെന്ന് അത് 0 ആണ്, 1 നിന്ന് പെട്ടെന്ന് 0 ആണ് ചെയ്യുന്നത്. സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ദിസ് വാല്യൂ ബി 1. സോ ഇവിടെ നമുക്ക് ഇവിടെ നമ്മൾ occupation number കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇവിടെ നമ്മൾ occupation number കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇവിടെ നമ്മൾ x വാല്യൂ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സഡൻലി ദിസ് വാല്യൂ ഗോസ് ടു 0. ഇവിടെ ഒരു പെർട്ടിക്കുലർ ഇവിടെ എനർജി കൊടുക്കുകയാണെങ്കിൽ, സോ ഇവിടെ എനർജി കൊടുക്കണം. സോ ഫോർ എ പെർട്ടിക്കുലർ എനർജി ഈസ് ഈക്വൽ ടു mu 0 എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ എനർജിയിൽ എന്ത് ചെയ്യാണ്, സഡൻലി ദിസ് occupation number becomes 0. പിന്നെ അത് അങ്ങോട്ട് കംപ്ലീറ്റ് എന്തായിരിക്കും, അത് 0 ആയിരിക്കും. ഓക്കെ, സോ ആദ്യം ഇത് കംപ്ലീറ്റ്ലി ഒക്യുപ്പൈഡ് ആയിരുന്നു, കംപ്ലീറ്റ്ലി ഫിൽ ചെയ്യുന്നു. പക്ഷേ ഈസ് ഈക്വൽ ടു mu 0 എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ എനർജി എത്തുമ്പോൾ അത് സംഭവിക്കുകയാണ്, അത് കംപ്ലീറ്റ്ലി 0 ആയിട്ട് പോവാണ്. ഓക്കെ, സോ അതിന്റെ അർത്ഥം all states below e less than mu 0 will be completely filled and the levels above mu 0ന്റെ മുകളിലുള്ള സ്റ്റേറ്റ്സ് എന്തായിരിക്കും, കംപ്ലീറ്റ്ലി എംപ്റ്റി ആയിരിക്കും. ഓക്കെ, കോൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. mu 0 എന്ന് പറയുന്ന എനർജി ലെവലിൽ താഴത്തുള്ള ലെവലുകളൊക്കെ എന്തായാലും കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, കാരണം occupation number 1 ആണ്. mu 0ന്റെ മുകളിലുള്ള സ്റ്റേറ്റുകൾ എന്തായിരിക്കും, കംപ്ലീറ്റ്ലി എംപ്റ്റി ആയിരിക്കും, കാരണം അവിടെ occupation number 0 ആണ്. ഓക്കെ, occupation number എന്താണ്, 0 ആണ്. സോ ആൻഡ് ദിസ് ലിമിറ്റിംഗ് വാല്യൂ ഓഫ് എനർജി, സോ അവിടെ എനർജിക്ക് എന്ത് വരികയാണ്, ലിമിറ്റിംഗ് വാല്യൂ വരികയാണ്. സോ ദിസ് ലിമിറ്റിംഗ് വാല്യൂ ഓഫ് എനർജി, ഈ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് എനർജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നമ്മൾ ഫെർമി എനർജി എന്ന് വിളിക്കുക. ഈ ലിമിറ്റിംഗ് വാല്യൂവിനെയാണ് നമ്മൾ വിളിക്കുക ഫെർമി എനർജി എന്ന് വിളിക്കുക. ഓക്കെ, ഫെർമിയിലെ എനർജിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫെർമി എനർജി വരെയുള്ള ലെവലുകൾ എന്തായിരിക്കും, കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. ഫെർമി എനർജിക്ക് മുകളിലുള്ള ലെവലുകൾ എന്തായിരിക്കും, കംപ്ലീറ്റ്ലി എംപ്റ്റി ആയിരിക്കും. അതാണ് ഫെർമി എനർജിയുടെ പ്രത്യേകത. അപ് ടു ഫെർമി ലെവൽ എന്തായിരിക്കും, കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. ഫെർമി ലെവലിന്റെ മുകളിലുള്ളത് എന്തായിരിക്കും, കംപ്ലീറ്റ്ലി എംപ്റ്റി ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, നൗ ഫെർമി ലെവലിലുള്ള പെർട്ടിക്കുലർ ടെമ്പറേച്ചർ നമ്മൾ ഫെർമി ടെമ്പറേച്ചർ എന്ന് വിളിക്കും. അവിടെയുള്ള മൊമെന്റത്തിന് ഫെർമി മൊമെന്റ് എന്ന് വിളിക്കും. അതൊക്കെ ഓരോന്ന് അങ്ങനെ ഓരോ പേരുകളുണ്ട്.
നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞുമ്പോൾ നമുക്ക് ഓരോ എക്സ്പ്രഷൻ ആയിട്ട് നമുക്ക് ഡിറൈവ് ചെയ്യാം. ഞാൻ നമുക്ക് ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫെർമി എനർജിക്ക് ഒരു എക്സ്പ്രഷൻ വേണം. ഓക്കെ, ഫെർമി എനർജിക്ക് എന്ത് വേണം? നമുക്കൊരു എക്സ്പ്രഷൻ വേണം. ഫെർമി എനർജി എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കണം. സോ ഫെർമി എനർജിയുടെ ഒരു എക്സ്പ്രഷൻ വേണം. സോ ഫെർമി എനർജിയുടെ എക്സ്പ്രഷൻ കിട്ടാനായിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഇതാണ് നമ്മുടെ ലെവലുകൾ എന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ലെവലുകൾ എന്ന് വയ്ക്കുക. ഇതാണ് നമ്മുടെ ടോപ്പ് ലെവൽ ഫെർമി ലെവൽ എന്ന് വയ്ക്കുക. സോ ഇതിന് താഴെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. എല്ലാ ലെവലുകളും തന്നെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. സോ ഈ ലെവലുകളിൽ കംപ്ലീറ്റ്ലി എണ്ണി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമുക്ക് കിട്ടും അല്ലെ? ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കിട്ടും. സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ മതി, ഫെർമി ലെവൽ വരെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഫെർമി എനർജി കിട്ടും, ഈസിലി നമുക്ക് കിട്ടും. ഓക്കെ, സോ എന്ത് ചെയ്യാം, നമുക്ക് ഇന്റഗ്രൽ 0 to EF എന്ത് ചെയ്യുക, ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കിട്ടും. കാരണം അല്ലേ, ഇതൊക്കെ എണ്ണി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കിട്ടും. സോ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എന്ത് ചെയ്യാൻ മതി, 0 മുതൽ EF വരെ. സോ 0 ലെവൽ മുതൽ EF ലെവൽ വരെ എന്ത് ചെയ്യാൻ മതി, നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കിട്ടും. ഓക്കെ, സോ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് നമുക്കറിയാം എന്താണ്, ഇന്റഗ്രൽ 0 to EF 2 pi V by h cube 2m raised to 3 by 2 e raised to 1 by 2 dE. Okay, constant പുറത്ത് എടുക്കാം. So 2 pi V by h cube 2m raised to 3 by 2 integral 0 to EF e raised to 1 by 2 dE is equal to എന്ത് കിട്ടും, n കിട്ടും. Okay, is equal to n. So which will be is equal to 2 pi V by h cube 2m raised to 3 by 2 e raised to 1 by 2 നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, e raised to 1 by 2 നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ e raised to 3 by 2 കിട്ടും. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും EF raised to 3 by 2 കിട്ടും. EF raised to 3 by 2 കിട്ടും. Okay, EF raised to 3 by 2 കിട്ടും. So which can be written as, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, EF നെ ഇതിൻ്റെ ഉള്ളിൽ എടുക്കാം. അതിനുള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ 2 pi V by h cube 2m EF raised to 3 by 2 2m EF raised to 3 by 2 എടുക്കാം. ഓക്കെ, അല്ല ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ EF raised to 3 by 2 ഉണ്ടാവും. പിന്നെ എന്ത് ഉണ്ടാവും, അടിയിൽ ഒരു 3 by 2 കൂടി വരില്ലേ, അടിയിൽ 3 by 2 കൂടി വരും. സോ this will be 4 by 3 വരും. this will be 4 by 3 വരും. ഓക്കെ, നമുക്ക് EF ന്റെ എക്സ്പ്രഷൻ ആണ് കിട്ടുന്നത്. സോ ദിസ് ഈസ് n ഈസ് ഈക്വൽ ടു 1 കിട്ടുന്നത്. സോ ഈ കോൺസ്റ്റന്റ് ടേമിനെ അപ്പുറത്തേക്ക് എടുക്കാം. സോ നമുക്ക് എന്ത് കിട്ടും, സോ 3 by 4 n ഇവിടെ ഉണ്ട്, h ക്യൂബ് മുകളിലേക്ക് വരും. സോ n h ക്യൂബ് ഡിവൈഡ് ബൈ പൈ വി. ഓക്കെ, പൈ വി എന്ത് ചെയ്തു, അവിടെ മുകളിൽ കൊടുത്തു. ആക്ച്വലി ഇവിടെ ഒരു ലാൻഡേജ് ഫാക്ടറും കൂടി കയറി വരുന്നുണ്ട്, ഒരു ലാൻഡേജ് ഫാക്ടറും കൂടി എക്സ്ട്രാ ഒരു കയറി വരുന്നുണ്ട് കേട്ടോ, ലാൻഡേജ് ഫാക്ടറും കൂടി കയറി വരുന്നുണ്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു 2m EF raised to 3 by 2. രണ്ട് ഭാഗത്തും ഒരു 2 by 3 ആയിട്ട് പവർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 3 by 4 NH cube divided by pi GV raised to pi GV raised to pi GV raised to 2 by 3 is equal to 2m EF വരും, 2m EF വരും. Okay, so therefore EF is equal to so therefore EF is equal to EF is equal to 1 by 2 നെ അപ്പുറത്ത് എടുത്തു കഴിഞ്ഞാൽ 1 by 2m 3 by 4 h cube divided by n by v നെ സ്മോൾ n ആക്കി എഴുതാം. സോ pi g n raised to 2 by 3 okay, actually h cube h raised to 2 by 3 അപ്പോൾ എന്ത് വരും, h സ്ക്വയർ ആയിട്ട് മാറും. സോ അതിനെ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ അപ്പോൾ എഴുതാൻ പറ്റും h സ്ക്വയർ by 2m into 3 by 4 n divided by pi g raised to 2 by 3. ഇതാണ് നമുക്ക് കിട്ടുന്നത് എക്സ്പ്രഷൻ ഫോർ ഫെർമി എനർജി. സോ ഫെർമി എനർജി EF is equal to
h square by 2m into 3 by 4 n pi g raised to 2 by 3. Okay, so ഇതാണ് നമുക്ക് obtain ചെയ്യുന്നത്, നമുക്ക് obtain ചെയ്യുന്ന ഫെർമി എനർജിയുടെ എക്സ്പ്രഷൻ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫെർമി എനർജി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ആകെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ എന്നിനാണ്, നമ്പർ ഡെൻസിറ്റിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഫെർമി എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഡെൻസിറ്റി റേസ് ടു 2 by 3. n റേസ് ടു 2 by 3 മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഫെർമി എനർജി ഡിപ്പെൻഡ് ചെയ്യണത്. വേറെ ഒന്നിനും എന്ത് ചെയ്യുന്നില്ല, ഫെർമി എനർജി ഡിപ്പെൻഡ് ചെയ്യണില്ല. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി, ഫെർമി എനർജി കിട്ടി. ഇതിൽ നമുക്ക് ഫെർമി ടെമ്പറേച്ചറും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഈസിയിൽ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, നമ്മളെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഫെർമി എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എഫ് ഈസ് ഈക്വൽ ടു, ഫെർമി എക്സ്പ്രഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇ എഫ് ഈസ് ഈക്വൽ ടു 3n by 4 pi g raised to 2 by 3 into h square by 2m ആണ് നമ്മളെ എക്സ്പ്രഷൻ വരുന്നത് അല്ലേ. നമ്മൾ അതിൽ വെച്ച് വെച്ചാൽ എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്നെ എഴുതാൻ പറ്റും, എച്ച് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h by 2 pi ആണ് അല്ലേ. എച്ച് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h by 2 pi ആണ്. സോ എന്ത് കൊടുക്കാം, അതിലുള്ള എച്ച് സ്ക്വയറിന് പകരം എന്ത് കൊടുക്കാം, എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു 4 pi സ്ക്വയർ കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഫെർമി എനർജിയുടെ വേറൊരു എക്സ്പ്രഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഫെർമി എനർജിയുടെ വേറൊരു എക്സ്പ്രഷൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. നൗ എനർജി ഈസ് ഈക്വൽ ടു എന്താണ്, പി സ്ക്വയർ ബൈ 2m ആണ്. പിന്നെ നമുക്ക് എഴുതാൻ പറ്റും, പിന്നെ എച്ച് ക്രോസ് കെ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും അല്ലെ. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് നമ്പർ ആണ്. സോ പി സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ക്രോസ് സ്ക്വയർ കെ സ്ക്വയർ വരും. ഓക്കെ, കമ്പയർ ദീസ് ടു ഇക്വേഷൻസ്, ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ കമ്പയർ ചെയ്യുക. സോ രണ്ടും ഫെർമി എനർജിക്കുള്ള എക്സ്പ്രഷൻ തന്നെയാണ്. സോ ഇവിടെ എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഉണ്ട്, ഇവിടെ എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഉണ്ട്. സോ കെ സ്ക്വയർ ഈസ് ഈക്വൽ എന്ത് വരും, ഈ ടേം വരും അല്ലെ. കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇത് വരും, ഓർ കെ ഈസ് ഈക്വൽ ടു എന്ത് വരും, ഇതിന്റെ റൂട്ട് എടുക്കുമ്പോൾ 6 pi സ്ക്വയർ n by g ഇൻറ്റു റേസ് ടു 1 by 3 വരും. ഓക്കെ, സോ നമുക്ക് കിട്ടി വേവ് നമ്പർ കിട്ടി. സോ ഫെർമി മൊമെന്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഫെർമി മൊമെന്റ് പി ഈസ് ഈക്വൽ ടു എച്ച് ക്രോസ് കെ. എച്ച് ക്രോസ് ആയിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫെർമി മൊമെന്റം കിട്ടും. ഫെർമി ടെമ്പറേച്ചർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് വേവ് നമ്പർ ആയിട്ട് ഫെർമി എനർജി എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യാം. അപ്പം എന്ത് കിട്ടും, ഫെർമി ടെമ്പറേച്ചർ കിട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ. ജസ്റ്റ് അത് ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഫെർമി എനർജി ആണ് ഇമ്പോർട്ടൻറ്റ്, ഫെർമി എനർജിയുടെ എക്സ്പ്രഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്, ഫെർമി എനർജി എക്സ്പ്രഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫെർമി മൊമെന്റും ഫെർമി ടെമ്പറേച്ചർ ഒക്കെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് സീറോ പോയിന്റ് എനർജിയും കൂടി നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് ഫെർമി എനർജി ആണ് അല്ലെ. ഏത് ലെവൽ വരെയുള്ള പാർട്ടിക്കിൾ, ഏത് ലെവൽ വരെയാണ് പാർട്ടിക്കിൾസ് ഫില്ല് ആവുക, ആ ലെവലിന്റെ എനർജിയാണ് എന്ത് ചെയ്തത്, നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, നമുക്ക് ഈ ടി ഈസ് ഈക്വൽ ടു 0, ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള കേസ് കംപ്ലീറ്റ്ലി ടി ടെൻസ് ടു 0 കേസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ ലെവലിലുള്ള ടോട്ടൽ എനർജിയും കൂടി എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. സോ ആ ലെവലിൽ സീറോ പോയിന്റ് എനർജി ഈ സീറോ വിൽ ബി ഈക്വൽ ടു, നമുക്ക് ചെയ്യാൻ പറ്റും, ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമ്മൾ കണ്ടുപിടിച്ച എങ്ങനെയാണ്, 0 to ഇന്റഗ്രൽ 0 to EF, പിന്നെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ജി ഓഫ് ഇനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കിട്ടി. ഓരോ ലെവലിന് ഇ ആണ് എനർജി എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോട്ടൽ എനർജി എങ്ങനെ കണ്ടുപിടിക്കാം, ഇന്റഗ്രൽ 0 to EF ജി ഓഫ് ഇ ഡി, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കിട്ടും, ഇൻറ്റു ഇൻഡിവിജ്വൽ ലെവലിലെ എനർജി എന്നത് ഇ കിട്ടി. അപ്പൊ നമുക്ക് കിട്ടും ടോട്ടൽ സീറോ പോയിന്റ് എനർജി, ടെമ്പറേച്ചർ 0 ആകുമ്പോൾ ടോട്ടൽ എനർജി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വിച്ച് വിൽ ബി ഈക്വൽ ടു ഇന്റഗ്രൽ 0 to EF ടു ജി ഓഫ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 pi v by h cube 2m raised to 3 by 2 e raised to 1 by 2, പിന്നെ ഒരു ഇയും കൂടി കിടക്കുന്നുണ്ട്, പിന്നെ ഡി ഇ ഒന്നും. ഓക്കെ, സോ വിച്ച് വിൽ ബി ഈക്വൽ ടു 2 pi v by h cube 2m raised to 3 by 2 0 to EF. now ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് എഴുതാം, e raised to 3 by 2 എഴുതാം, ഡി which will be equal to 2 pi v by h cube 2m raised to 3 by 2. now e raised to 3 by 2 നെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ e raised to 5 by 2 divided by 5 by 2 വരും. ഓക്കെ, സോ 5 by 2 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ 4 ആവും, താഴത്ത് 5 വരും. സോ which will be equal to 4 pi v by 5 h cube, 4 pi v by 5 h cube into 2m raised to 3 by 2. now EF raised to 5 by 2 ഉണ്ട്. ഓക്കെ, EF raised to 5 by 2 അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, EF raised to 3 by 2 into EF ആയിട്ട് എഴുതാം
അല്ലെ, EF ratio 3/2 into EF ആയിട്ട് എഴുതാം. എന്നിട്ട് ആ EF ratio 3/2 എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുക. സോ മാറ്റി എഴുതാം. So 2m EF ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു, EF ratio 3/2. now പുറത്തൊരു EF ഉണ്ട്, divided by 5/2 ഒക്കെ പോയി. ഓക്കെ, 5/2 ഒക്കെ പോയി. ഓക്കെ, സോ EF ratio 5/2 നെ EF ratio 3/2 into EF ആക്കി എഴുതി. now EF raised to 3/2 എന്താണെന്ന് നമുക്കറിയാം. EF raised to 3/2 എവിടെ നിന്ന് കിട്ടും നമുക്ക്? അല്ല, 2m EF ratio 3/2 അതുകൂടെ കിടക്കുന്നുണ്ട്. 2m EF ratio 3/2 എന്താണ്? 3/4 NH3/GHV ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു 4πV divided by 5h3. 2m EF ratio 3/2 പറഞ്ഞാൽ ഈ ടേം വരും. സോ ദാറ്റ് ഈസ് 3/4 NH3 divided by G/V. ഓക്കെ, പിന്നെ ഒരു EF എടുക്കുന്നുണ്ട്, ഞാൻ ആവശ്യത്തിന് വെട്ടി കളയാ. സോ πV ക്യാൻസൽ ചെയ്ത് പോയി, 4 ക്യാൻസൽ ചെയ്ത് പോയി, h3 ക്യാൻസൽ ചെയ്ത് പോയി. ഓക്കെ, ബാക്കി വരുന്നത് എന്താണ്? 0 പോയിന്റ് എനർജി E0 വിൽ ബി ഈക്വൽ ടു 3/5 വരും. 3/5 പിന്നെ എന്താ വരുന്നത്? ഇവിടെ n വരുന്നുണ്ട്, 3/5 NEF വരുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്ന 0 പോയിന്റ്. സോ 0 പോയിന്റ് എനർജി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ എനർജി ആയിട്ട് T is equal to 0. T is equal to 0 കെൽവിനില് ഉള്ള ടോട്ടൽ എനർജിനെയാണ്. അപ്പോൾ T is equal to 0 ലെവലിലുള്ള ടോട്ടൽ എനർജിയാണ് എന്ത് ചെയ്തുള്ളത്, നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ദാറ്റ് ഈസ് 3/5 NEF എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തുള്ളത്. ഓക്കെ, 3/5 NEF എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തുള്ളത്. സോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈവൻ അറ്റ് T is equal to 0 കെൽവിൻ, T is equal to 0 കെൽവിൻ എന്ന് പറയുന്ന അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറിൽ പോലും നമ്മുടെ ഫെർമി സിസ്റ്റം എന്താണ്? ആക്റ്റീവ് ആണ്, അല്ലെ? ഫെർമി സിസ്റ്റം ലൈവ് ആണ്. അതായത് സാധാരണ T is equal to 0 കെൽവിനിൽ നമ്മളെ എല്ലാ സിസ്റ്റംസും ഉണ്ടാവുക അതൊരു ആക്റ്റീവ് അല്ലാത്ത അവസ്ഥയിൽ, അതായത് ഇക്വിലിബ്രിയം അവസ്ഥയിലാണ് നിൽക്കുന്നുണ്ടാവുക. പക്ഷേ ഫെർമി സിസ്റ്റം ഈവൻ അറ്റ് T is equal to 0 കെൽവിനിൽ നിൽക്കുന്നുണ്ട്, അവിടെ ഒരു എനർജി ഉണ്ട്, 0 പോയിന്റ് എനർജി കിടക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ലൈവ് ഈവൻ അറ്റ് T is equal to 0 കെൽവിൻ. T is equal to 0 കെൽവിനിൽ പോലും നമ്മൾ എന്താണ്, നമ്മളെ ഫെർമി സിസ്റ്റം ലൈവ് ആണ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, സോ ഇതാണ് എന്ത് വരുന്നത്, കംപ്ലീറ്റ്ലി ഡീജനറേറ്റ് ആയിട്ടുള്ള കേസിന്റെ ഇത് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു കേസും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട്. ദാറ്റ് ഈസ് കേസ് 4. that is strongly degenerate. Okay, strongly degenerate എന്നുള്ള കേസും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. സ്ട്രോങ്ലി ഡീജനറേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ T tends to 0 ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ നേരത്തെ T tends to ഇൻഫിനിറ്റിയും പറഞ്ഞു, പിന്നെ T tends to high പക്ഷെ അത്ര ഹൈ അല്ലാത്തൊരു റീജിയൻ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ ഇപ്പൊ T tends to 0 നമ്മൾ പറഞ്ഞു, ഇനി അത്ര ലോ അല്ലാത്തൊരു ടെമ്പറേച്ചർ, ഓക്കെ, ലോ ടെമ്പറേച്ചർ തന്നെ പക്ഷെ അത്ര ലോ അല്ലാത്തൊരു ടെമ്പറേച്ചർ നമുക്ക് ഡിസ്കസ് ചെയ്യണം. ദാറ്റ് ഈസ് അറ്റ് ലോ ടെമ്പറേച്ചർ. ലോ ടെമ്പറേച്ചറിൽ എങ്ങനെയാണ് സ്പെസിഫിക് ഹീറ്റ് മാറുക എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ,